CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി ശ്രീ VP അനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം എപ്പോഴാണ് പ്രതീക്ഷിക്കേണ്ടത്? അത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും യോഗം ചേർന്നുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. തൊട്ടടുത്ത ദിവസം തന്നെ ഇപ്പോഴാണല്ലോ, അല്പം മുമ്പാണല്ലോ പ്രഖ്യാപനം വന്നുള്ളത്. അപ്പോൾ അധികം താമസിയാതെ തന്നെ നാളെയോ മറ്റന്നാളോ ആയിട്ട് യോഗം ചേരുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. പാർട്ടി സ്ഥാനാർത്ഥിയോ സ്വതന്ത്ര പരീക്ഷണമോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങളോട് ചോദിക്കുന്നതാണ്. അതിലിപ്പോൾ ഒരു മറുപടി അല്ല, അതിപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. പാർട്ടി സംസ്ഥാന നേതൃത്വമാണ് ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്തിമമായുള്ള തീരുമാനമെടുക്കേണ്ടത്. നിങ്ങൾ പിന്തുണച്ചിരുന്ന ഒരു MLA ആയിരുന്നു നിലമ്പൂരിൽ കഴിഞ്ഞ 2 തവണയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജിയോടുകൂടിയാണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ PV അൻവർ ഫാക്ടർ അതെങ്ങനെയാണ് CPM വിലയിരുത്തുന്നത്? അല്ല, അത് നിലമ്പൂരിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞുള്ളതാണ്. കാരണം വളരെ നേരത്തെ തന്നെ വലതുപക്ഷത്തോടൊപ്പം ചേർന്ന് ഒരു അട്ടിമറിയാണല്ലോ നടത്തിയിട്ടുള്ളത്. അതിനെതിരായി അവിടെ ജനങ്ങൾ പ്രതികരിച്ചു. ഞങ്ങളെ പാർട്ടിയാകെ പ്രശ്നത്തിലാവും, ഒലിച്ചു പോവും എന്നുള്ളതൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞിരുന്നത്. പക്ഷേ പാർട്ടിക്ക് ഒരു പോറലും ഏറ്റിട്ടില്ല. നിരവധി യോഗങ്ങൾ നടത്തിയല്ലോ. അവിടെ എവിടെയും എല്ലാവരും തിരഞ്ഞു ഒരു പാർട്ടി മെമ്പറെ കിട്ടാൻ, ഒരു അനുഭാവിയെ കിട്ടാൻ. പക്ഷെ ഒരാളെ പോലും കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു ഫാക്ടറാവില്ല. വികസനം പറഞ്ഞു തന്നെ നിലമ്പൂരിൽ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിന് നേരിടും. തീർച്ചയായിട്ടും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 8 വർഷക്കാലമായി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്. ഏതാണ്ട് 2000 കോടിയിൽ പരം വികസന പ്രവർത്തനങ്ങളാണ് നടന്നുള്ളത്. അത് നിലമ്പൂരിൻ്റെ ആ അസംബ്ലി മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. ആ വികസന പ്രവർത്തനങ്ങൾ എത്താത്ത ഒരിടവും നിലമ്പൂരില്ല. അതുകൊണ്ട് തന്നെ ആ ജനങ്ങൾ അത് അനുഭവിച്ചവരാണ്. അവർ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആ ആത്മവിശ്വാസം തന്നെയാണ് ഞങ്ങൾക്ക്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളുടെയൊക്കെ ഒരു ട്രെൻഡ് മണ്ഡലം നിലനിർത്തുന്നൊരു ചരിത്രമാണ് നമ്മൾ കണ്ടത്. നിലമ്പൂരിനെ സംബന്ധിച്ചും അതുണ്ടാകും. LDF നിലനിർത്തും. LDF നിലനിർത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഭൂരിപക്ഷത്തിലേക്കൊന്നും ഇപ്പം നമ്മൾ പോകണ്ട. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല മാർജിനോട് കൂടിയിട്ട് ജയിപ്പിക്കാൻ വേണ്ടി കഴിയും. എന്തായാലും നിലമ്പൂരിനെ സംബന്ധിച്ച് ഇടതുപക്ഷം സജ്ജമാണ്. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ നിലമ്പൂരിൽ ഇടതുപക്ഷം വിജയിക്കുമെന്നുള്ളതാണ് CPM ജില്ലാ സെക്രട്ടറി VP അനിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സജി നിലമ്പൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ മലപ്പുറം.